ഹലോ എവ്രിവൺ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മട്ടൻ കറി ഉണ്ടാക്കാം. ഇത് വളരെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ്. കുറച്ച് സമയം കൂടുതലെടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ഇത് ഒത്തിരി ടേസ്റ്റിയാണ്. നമുക്കപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചതച്ച് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പം അത് സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് മുളക് പൊടിയും മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മട്ടൻ കറിയുടെ ടേസ്റ്റ് മുഴുവനും മാറ്റുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒരു ചട്ടി ചൂടാക്കി കുറച്ച് ഉലുവ അതിൽ മൂപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ചതച്ച ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം അരയേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതിയാവും. ഇനി കുറച്ച് ഉപ്പ് കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടനാണിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മട്ടൻ നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 25 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മട്ടൻ നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3.5 സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളൊക്കെ നല്ലോണം മട്ടനിൽ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൻ ഈ മസാലയിലും മല്ലിയിലും കിടന്ന് ഇങ്ങനെ തിളച്ചിട്ട് നല്ലൊരു മണം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ മട്ടൻ കറി ശരിക്കും സ്പെഷ്യൽ മട്ടൻ കറി ആക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ കളറൊക്കെ അങ്ങ് മാറി നല്ല ചുമന്ന കളറായിട്ട് വരും. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ മട്ടൻ കറിയുടെ ലുക്കും ആ മണമൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലി ഇലയും കുറച്ച് പുതിന ഇലയും കൂടി, അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി നമുക്കുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഒത്തിരി ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് മട്ടൻ കറി ഉണ്ടാക്കാറ്. ഒത്തിരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.